നമ്മുടെ രാജ്യത്തിൽ നിന്ന് മൊത്തം പിരിക്കുന്ന നികുതിയുടെ 62.7% കേന്ദ്രമാണ് കൊണ്ടുപോകുന്നത്. സംസ്ഥാനങ്ങളാണ് മൊത്തം ചെലവിൻ്റെ 62.4% നിർവഹിക്കുന്നത്. നിങ്ങൾ നോക്കണം, 62.7% ഇവർ പിരിക്കുന്നു. പിന്നെ 62.4% ചെലവ് ആര് കണ്ടെത്തണം? സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തണം. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് നികുതി പിരിക്കാൻ കഴിയുന്ന വഴികൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ എന്താ പറയുക, പെൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ, സപ്ലൈകോയിലെ സാധനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ജനസംഖ്യാനുപാതികമായിട്ട് കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം ഇവർ തടഞ്ഞു വെച്ചു. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, കൊടുക്കടാ കാശെന്ന്. എന്തെങ്കിലും പറയല്ല. മൊത്തം കേട്ട് നോക്ക്. സുപ്രീം കോടതി പറയട്ടെ സുഹൃത്തെ. അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞു രണ്ടാമത് സുപ്രീം കോടതി ചർച്ചയുടെ നൈതികത പഠിപ്പിച്ച മാഷ് അത് ചെയ്യരുത്. നിങ്ങൾ പറയാൻ അവസരമാക്കി എടുക്കരുത്. അതുകൊണ്ടാ പറഞ്ഞത് മാഷ് പറഞ്ഞാൽ മറുപടി പറയട്ടെ. ഇടപെടുന്നോണ്ടാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഇടപെടാതെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യണ്ടേ? സുപ്രീം കോടതി അത് ഇടപെട്ട് തീർക്കട്ടെ. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ തെറ്റാണ്. രണ്ട് വിഷയങ്ങൾ മാഷ് പറഞ്ഞു. പെട്രോൾ പറഞ്ഞു, അടുത്തതും പറഞ്ഞു. വേഗം തീർക്കൂ. 13,600 കോടി വായ്പ എടുക്കാനുള്ള അനുവാദം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. നേരത്തെ വായ്പാ അനുമതി നിങ്ങൾ നിഷേധിച്ചിരുന്നു. ഒന്ന്. രണ്ടാമത് സുപ്രീം കോടതി ചോദിച്ചു, കേരളത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിക്കൂടെ എന്ന് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ച അനുഭവം ഇപ്പൊ ഉണ്ടായി. വീണ്ടും ആ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. സാമ്പത്തിക ഫെഡറലിസത്തെ കുറിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ ബെഞ്ചിൽ ഒരു കേസ് നടക്കുകയാണ്. ഈ രാജ്യത്തിന് ഇതംബര്യമുള്ള ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്ക്, സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ് എന്ന് സുപ്രീം കോടതിയുടെ വിധി മാത്രം നോക്കിയാൽ നമുക്ക് കാര്യം ഇവർ പറഞ്ഞില്ല. അഴിമതിയെ കുറിച്ച് പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ പ്രതിയായിട്ടൊരു കേസുണ്ടായിരുന്നു. ആദർശ് ഫ്ലാറ്റ് കുംഭകോണം. എന്താ കുംഭകോണം എന്നറിയാവോ? സൈനികർക്ക് കൊടുക്കാൻ എടുത്ത ആദർശ് ഫ്ലാറ്റ് അതിനകത്ത് നിന്ന് കോൺഗ്രസുകാർ അടിച്ചു മാറ്റി. ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തിൽ അശോക് ചവാനെ പിടിച്ച് ജയിലിടുമെന്ന് പ്രഖ്യാപിച്ച് നരേന്ദ്രമോദി അമിത്ഷായും ഉറഞ്ഞുതുള്ളി. രാത്രിക്ക് രാത്രി കാര്യങ്ങൾ സെറ്റിൽമെന്റ് ചെയ്തു. എങ്ങനെയാ? അശോക് ചവാൻ BJP-യിൽ ചേർന്നു. ഒരു കേസുമില്ല. ഇപ്പോ ഞാൻ കേസ് വായിക്കാം. ഹിമന്ത് ബിശ്വ ശർമ്മ കേസുമില്ല. ഇങ്ങനെ 13 മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ അഴിമതി വീരന്മാരെ പിടിച്ചിട്ട് ഇവരുടെ കസ്റ്റഡിയിൽ വെച്ച് എല്ലാ കേസും സെറ്റിൽമെന്റ് ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇപ്പൊ അഴിമതിയെ കുറിച്ച് പറയുന്നു.